ഈ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ പാർട്ടിക്കാർക്കാണ് ചുമതല എന്ന് പറയുന്നത് തന്നെ ശുദ്ധ അസംബന്ധമല്ലേ? മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം എങ്ങനെ പാർട്ടിക്കാർക്കുണ്ടാവുക? മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഒരു ഭരണഘടനാ സ്ഥാപനമല്ലേ? മുഖ്യമന്ത്രി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി അല്ലേ? ആ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയെ സംരക്ഷിക്കാനുള്ള ബാധ്യത CPM-കാർ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഭരണഘടനാ വിരുദ്ധമല്ലേ? അത് നിയമവിരുദ്ധമല്ലേ? മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനുള്ള ചുമതല ക്രമസമാധാന പാലനത്തിന് ചുമതലയുള്ള പോലീസിനുള്ളതല്ലേ? ആ പോലീസിൻ്റെ ചുമതല CPM എന്നും പറഞ്ഞും DYFI എന്നും പറഞ്ഞും കുറേ ക്രിമിനലുകൾ ഏറ്റെടുക്കുമ്പോൾ അതിനെ നിലയ്ക്ക് നിർത്താനുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ പ്രതിപക്ഷത്തിനാണുള്ളത്. ആ പ്രതിപക്ഷം അത് നിർവഹിക്കുന്നില്ല. അടി മേടിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാന പരിപാടി. പക്ഷേ അതിപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ അതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനുള്ള ചുമതല CPM-നുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് മുജീബ് റഹ്മാനോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭരണഘടനാ വിരുദ്ധമാണ്. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയെ സംരക്ഷിക്കാൻ CPM-കാർക്ക് ബാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു തരാം. കാരണം അയാൾ പാർട്ടിയുടെ സെക്രട്ടറിയാണ്, അയാൾക്ക് സർക്കാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സർക്കാരിലാണെങ്കിൽ അത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനുള്ള ചുമതല CPM-കാരെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് നിയമവിരുദ്ധമാണെന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നും പറയാനുള്ള ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനാണ്. പക്ഷേ തല്ലുകൊണ്ട് കിടക്കലാണ് അവരുടെ പ്രധാന പരിപാടി. അവർ ചെറുതായിട്ട് ഇപ്പോൾ മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, അത് കാണാതിരിക്കരുത് നമ്മൾ. പക്ഷേ അവർ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുജീബ് റഹ്മാനോ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ റഹ്മാന്മാർ ഇതുപോലെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ പാർട്ടിക്ക് ബാധ്യതയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശുദ്ധ അസംബന്ധവും നിയമവിരുദ്ധവും അതിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ശ്രീ KM ഷാജഹാൻ, അന്ന് ആഭ്യന്തരമന്ത്രി കൂടിയാണ് മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിനെ, പോലീസിനെ വിശ്വാസമില്ലാഞ്ഞിട്ടാണ് രണ്ട് ഇന്നോവ നിറച്ച് പാർട്ടി പ്രവർത്തകരെ ഒപ്പം അയക്കുന്നതെന്നൊക്കെ വലിയ പ്രചരണമുണ്ട്. അല്ല, അതാണ് അതങ്ങനെ ഞാനതിനോട് യോജിക്കുന്നു. ഞാനതിലേക്ക് ഞാൻ പോകുന്നില്ല. രണ്ട്, ഗവർണർ പറഞ്ഞത് 150% ശരിയല്ലേ? ഗവർണറുടെ പിന്നെ എൻറ്റൂറേജ്, അതായത് ഗവർണർ സഞ്ചരിക്കുന്ന വാഹനം, ആ വാഹനത്തിൻ്റെ കണ്ണാടിച്ചിലെ പോയി ഇടിക്കുകയാണ് കുറേ അലവലാദികൾ, കുറേ SFI ക്രിമിനലുകൾ. അയാളുടെ വണ്ടിയുടെ ചില്ലേ പോയി ഇടിക്കുകയാണ്. ഇനി അവരെ കൊണ്ടുവന്നാരാന്നറിയാവോ? മുജീബ് റഹ്മാനെ അവരെ കൊണ്ടുവന്ന പോലീസാണ്. അറിയാവോ നിങ്ങൾക്ക്? അവർ ഗവർണറുടെ വണ്ടിയുടെ ചില്ലിലെല്ലാം ചവിട്ടി പൊളിച്ചിട്ട് തിരിച്ചു പോയത് എങ്ങനെയാണെന്ന് മുജീബ് റഹ്മാൻ അറിയാവോ? അവർ പോലീസിൻ്റെ ജീപ്പയിലാണ് പോയത്. ഇതെന്തുവാണ് എൻ്റെ മുജീബ് റഹ്മാനെ? ഇവിടെ ഒരു ഭരണഘടനയില്ലേ? ഇവിടെ ഒരു നിയമ സംവിധാനം ഇല്ലേ? കുറേ അലവലാതി പിള്ളേർ വന്നിട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള ഗവർണറുടെ വണ്ടിയുടെ ചില്ലേ പോയി ഇടിക്കുകയാണ്. എന്നിട്ട് അവന്മാർ ഇന്ന് കോഴിക്കോട് എന്താ ചെയ്തതെന്ന് മുജീബ് റഹ്മാൻ അറിയാവോ? കേരളത്തിൻ്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് 6:30-ക്കാണ് വരുന്നത്. ആ അലവലാതി കുറേ ചെറുക്കന്മാർ 4-4:30 മുതൽ അവിടെ കിടന്ന് തുണിയും പറിച്ച് സമരം ചെയ്തിട്ട് വാലും ചുരുട്ടി ഓടിപ്പോയി. അറിഞ്ഞായിരുന്നോ മുജീബ് റഹ്മാൻ? ചിലപ്പോൾ ചാനലിൽ കയറിയുന്നതുകൊണ്ട് ചിലപ്പം അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്നിട്ട് ഇപ്പോൾ സർവകലാശാലയ്ക്ക് പുറത്ത് കിടന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുക. അവർ സർവകലാശാലയിൽ ഗവർണറെ കയറ്റില്ലെന്നല്ലേ മുജീബ് റഹ്മാനെ പറഞ്ഞത്? ഇപ്പോൾ ഗവർണർ എവിടെയാണ് ഉള്ളത്? ഗവർണർ പിന്നെ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിനകത്തല്ലേ ഉള്ളത്? ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി യുവാവിലെ SFI പിള്ളേർ തുണിയും പറിച്ച് ഓടിയ അവന്മാർ എവിടെയാണ് ഉള്ളത്? അവന്മാർ സർവകലാശാലയുടെ പുറത്ത് നിലത്ത് കിടന്ന് എഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ കേരളത്തിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ മുന്നിൽ വാലും ചുരുട്ടി ഓടി യുവന്മാർ. ഇനി ഒരു ഇരട്ടത്താപ്പെന്ന് പറയട്ടെ. ഇവിടെ ഗവർണർക്കെതിരെ അക്രമ സ്വഭാവത്തോടു കൂടി കയ്യേറ്റം ചെയ്യാൻ ചെന്നാൽ 124 എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്. മുജീബ് റഹ്മാൻ ചിലപ്പം അത് പരിശോധിച്ചിട്ട് ഇല്ലായിരിക്കും, ഒന്ന് പോയിട്ട് പരിശോധിക്കണം. 124 വകുപ്പ് പ്രകാരം ഈ അലവലാദികളെ 7 വർഷം ജയിലിടേണ്ടതാണ്. ആ വകുപ്പുണ്ട്. ആ വകുപ്പ് ഗവർണർ നിർബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ചുമത്തിയിട്ടുള്ളത്. എന്നിട്ട് അവരെ രക്ഷപ്പെടുത്താൻ നോക്കുകയാണ്. എന്നിട്ട് മുജീബ് റഹ്മാൻ നേരത്തെ എന്തൊക്കെയോ വിളിച്ച് പറയുന്നത് കേട്ടു. എനിക്കറിയില്ല, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാതെ ചിരി വരുന്നുണ്ട്. ചിരി എനിക്ക് അടക്കാൻ പറ്റുന്നില്ല, പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചിരിക്കുന്നില്ല. ഷൂ എറിഞ്ഞ കൊലപാതക ശ്രമം എന്നൊക്കെ പറയുന്നത് കേട്ടു. എൻ്റെ മുജീബ് റഹ്മാൻ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഏത് ലോകത്താണ് ജീവിച്ചിരിക്കുന്നത്? 4-5 പിള്ളേരല്ലേ എൻ്റെ മുജീബ് റഹ്മാനെ ഈ വണ്ടി പോകുമ്പം അതിന്മേലൊരു കറുത്ത കൊടി ഉയർത്തി കാണിച്ചത്? അവരെന്ത് കൊലപാതക ശ്രമമാണ് നടത്തിയെന്നാണ് ഈ പറയുന്നത്? ഇങ്ങനെയൊക്കെ സ്വയം പരിഹാസ്യനാകാമോ?
ഇത്രയും പോലീസുകാരുടെ സംരക്ഷണയിൽ 2000 ചില്ലാനം പോലീസുകാരെന്നാണ് ഞാൻ കേട്ടത്. സംരക്ഷണയിൽ നടക്കുന്ന മുഖ്യമന്ത്രിയുടെ 1 കോടി ചില്ലുവാനും രൂപയുടെ പഞ്ചനക്ഷത്ര വണ്ടി വരുമ്പോൾ അതിനെതിരെ 5 or 6 പിള്ളേര് കരിങ്കൊടി കാണിക്കുമ്പോൾ അതൊക്കെ വധശ്രമം എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു നാണം കെട്ട അവസ്ഥയായത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ നവകേരള സദസ്സ് ഒരു 2 ആഴ്ച കൂടി ഒന്ന് നീട്ടി വെച്ചിരുന്നുവെങ്കിൽ ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഒന്ന് തോറ്റു കിട്ടിയേനെ. ഇവിടെ ഇതിനെല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന് ഞാൻ മാത്രമല്ല, ഞാനൊരു സാധാരണ പൗരനാണ്. ഞാൻ ഇപ്പോൾ കേരളത്തിലെ ഗവർണർ പറഞ്ഞു ഇത് മുഖ്യമന്ത്രിയാണ് ഇത് ചെയ്യിപ്പിക്കുന്നതെന്ന്. എന്താണ് മുഖ്യമന്ത്രി ജയിപ്പിക്കുന്നതിൻ്റെ കാരണമെന്നും ഗവർണർ പറഞ്ഞു. കേരളത്തിലെ സാമ്പത്തിക നില മൊത്തം തകർന്ന് തരിപ്പണമായി മുച്ചൂടും മുടിഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞ ദിവസം EP ജയരാജൻ്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടു. DA കുടിശ്ശിക 25,000 കോടി രൂപ, കരാറുകാർക്ക് കൊടുക്കാൻ 16,000 കോടി രൂപ, എല്ലാം കൂടെ 51,600 ചില്ലാനം കോടി രൂപയുടെ കുടിശ്ശികയുണ്ടെന്ന് EP ജയരാജൻ തന്നെയാണ് പറഞ്ഞത്. അതിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാൻ ഞാൻ ചോദിക്കട്ടെ, ഈ സംഘി നിങ്ങൾ പറയുന്നുണ്ടല്ലോ, CPM-കാരെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ ഗവർണർ സെനറ്റിലേക്ക്. അതെന്താ നിങ്ങൾ കാണാത്തത്? ആ ലിസ്റ്റ് കൊടുത്തത് മുഖ്യമന്ത്രിയാണെന്ന് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. പിന്നെ സംഘി എന്ന് പറയുമ്പോഴത്തേക്ക് ഒറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചോളാം. നിങ്ങൾ ഈ സംഘി എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇപ്പോൾ സമരം നടത്തുന്നത്. അതായത് കേന്ദ്രത്തിലെ BJP-യുടെ മുന്നണിയിലെ അംഗമാണ് HD ദേവഗൗഡ. എനിക്ക് തോന്നുന്നു ആ പാർട്ടിയിലാണോ മുജീർ റഹ്മാൻ എന്ന് എനിക്കറിയില്ല. HD ദേവഗൗഡ കേന്ദ്രത്തിലെ മോഡിയുടെ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയാണ്. മോഡി മുന്നണിയിലെ ഘടകകക്ഷിയായിട്ടുള്ള ജനതാദളിലെ ആ ജനതാദൾ എവിടെയാ കേരളത്തിൽ മുജീബ് റഹ്മാനെ ഇരിക്കുന്നത്? ആ ജനതാദൾ കേരളത്തിൽ ഇരിക്കുന്നത് പിണറായി വിജയന്റെ മടിയിലല്ലേ? ആ ജനതാദളിന്റെ കൃഷ്ണൻകുട്ടി സാറ് എൻ്റെ സുഹൃത്തും കൂടെയാണ്, കേരളത്തിലെ വൈദ്യുതി മന്ത്രിയല്ലേ? ദേവഗൗഡ മോഡിയുടെ മുന്നണിയിലോട്ട് പോയിട്ട് മാസം 2 കഴിഞ്ഞില്ലേ? എന്നിട്ട് ആ ജനതാദളിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടായി. CM എബ്രാവും CK നാണുവും പറഞ്ഞ് വേറെ പോയില്ലേ? അവർ പറഞ്ഞില്ലേ ഞങ്ങൾ BJP-യുടെ കൂടെ ഇല്ല എന്ന് പറഞ്ഞില്ലേ? അവരെ പുറത്താക്കുകയല്ലേ ചെയ്തത് ഈ കൃഷ്ണൻകുട്ടി സാറും സെറ്റുകാരും. അപ്പം നിങ്ങൾ ഈ സംഘി എന്ന് പറയുമ്പോൾ സംഘികളുടെ മടിയിലിരിക്കുന്ന ദേവഗൗഡയുടെ ഘടകകക്ഷി കേരളത്തിലെ LDF-ന്റെ ഘടകകക്ഷിയായിട്ട് ഇരിക്കുകയാണ് അഡ്വക്കേറ്റ് മുജീബ് റഹ്മാൻ. അത് കാണാതെ അല്ലല്ലോ, അതൊന്നും വേറെ അല്ല, അതൊക്കെ പറഞ്ഞേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ സംഘിവർത്താനം ഒന്നും പറഞ്ഞൊന്നും ഇവിടെ CPM-കാർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അവരുടെ ദല്ലാളന്മാരായി ഇവിടെ നിൽക്കുന്നവര് CPM-കാരാണ്, ലാവലിംഗ് കേസ് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ.